യാത്രക്കിടയിലെ ഗൺമാൻമാരുടെ മർദ്ദനത്തിൽ സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ വസ്തുതാവിരുദ്ധമെന്ന SIT ഹൈക്കോടതിയിൽ. സെഷൻസ് കോടതിയുടെ മുൻകൂർ ജാമ്യ ഉത്തരവിലെ നിരീക്ഷണങ്ങൾ ഒഴിവാക്കണമെന്ന ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഫലപ്രദമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്നും ഹർജിയിൽ പറയുന്നു. SIT ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുടെ പകർപ്പ് മീഡിയ വണ്ണിന്. ഫൈസൽ അസീസ് നൽകും വിശദാംശങ്ങൾ. ഫൈസൽ, എന്തൊക്കെയാണ് SITയുടെ പുതിയ കണ്ടെത്തൽ? മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് എന്തടിസ്ഥാനത്തിലാണ് SIT പറയുന്നത്? വിനീഷ, ഹൈക്കോടതിയിൽ ഇന്നലെയാണ് SIT മുൻകൂർ ജാമ്യ ഉത്തരവിനെ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യ ഉത്തരവിനെ എതിർത്തുകൊണ്ട് ഹർജി സമർപ്പിച്ചത്. അതായത് ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഈ പ്രതികൾ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, അതുപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ്, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരായ വിപിൻ, അരുൺ, ഷൈജു എന്നിവർ ചേർന്ന് ഈ പ്രതികളെ മർദ്ദിച്ചിരുന്നു. ഈ മർദ്ദിച്ച സംഭവത്തിൽ ലാത്തി കണ്ടെത്താനായിട്ടില്ല. ഈ ലാത്തി മുന്നേ ഹാജരാക്കിയിരുന്നു എന്നാണ് ഈ ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നൽകിയ ജാമ്യ ഉത്തരവിൽ പറയുന്നത്. എന്നാൽ ഇത് തെളിയിക്കുന്ന ഒരു വസ്തുതകളും ഇല്ല എന്നുള്ളതാണ്. കാരണം ഇത് പ്രതികൾ ഈ സംഭവം, അതായത് ഈ ലാത്തി പ്രതികൾ ഹാജരാക്കിയിട്ടില്ല, അത് പ്രതികൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഹാജരാക്കിയിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇത് ഈ മുൻകൂർ ജാമ്യ ഉത്തരവിൽ പറയുന്നത് വസ്തുതാ വിരുദ്ധമാണെന്നാണ് ഹൈക്കോടതിയിൽ SIT നൽകിയ ഹർജിയിൽ പറയുന്നത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതികളായ 3, 4, 5 അതായത് അരുൺ, വിപിൻ, ഷൈജു എന്നിവരെ 26/6/2026 പ്രതി ചേർത്തത്. അപ്പോൾ ഈ പ്രതികൾ ഇതിനു മുമ്പ് തന്നെ ഇവരെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റു നടപടിയിലേക്കോ കടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഈ ലാത്തി ഹാജരാക്കേണ്ട കാര്യമില്ല. അതുമാത്രമല്ല, ഇവർ ഈ അന്വേഷണവുമായി ബന്ധപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ പ്രതികളായ 1, 2 അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവർ ഇതുവരെ ഈ കോടതിയിൽ ഈ ലാത്തി ഹാജരാക്കിയിട്ടില്ല എന്നുള്ളത് ഇവർ നേരത്തെ തന്നെ SITയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിൽ മൊഴി നൽകിയിരുന്നു എന്നാണ് SIT പ്രധാനമായും ഈ കാര്യത്തിൽ എടുത്തു പറയുന്ന ഒരു സാഹചര്യം. മാത്രമല്ല, ഈ 11/6-നും 12/6-നും 13/6-നും അതായത് 9-ാം തീയതിയാണ് മുൻകൂർ ജാമ്യം